And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ടാക്സ് അതോറിറ്റീസിലെ ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളതിൻ്റെ ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാണ് ശരിക്കും അസസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസസ്മെൻ്റ് മെയിൻലി നമുക്ക് 5 ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ഉള്ളത്. ഒന്ന് സെൽഫ് അസസ്മെൻറ്റ്, രണ്ടാമത്തെ അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ, മൂന്നാമത്തെ റെഗുലർ അസസ്മെൻറ്റ് ബൈ അസസിങ് ഓഫീസർ, അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസും ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എവിഡൻസ് അസസ്മെൻറ്റും. നാലാമത്തെ റീ അസസ്മെൻറ്റ് ഓർ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്, അഞ്ചാമത്തെ പ്രിക്കോഷണറി അസസ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നമ്മുടെ സെൽഫ് അസസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസസ്സി തന്നെ സ്വന്തമായിട്ട് ആ അസസ്സിയുടെ ടോട്ടൽ ഇൻകം, ടാക്സ് പേയബിൾ, ടാക്സ് അല്ലാതെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും പേയബിൾ ഉണ്ടോ, ഇതെല്ലാം അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ആ എമൗണ്ട് സ്വയം തന്നെ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സിംപ്ലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സൺ സ്വന്തം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പേയ്മെൻറ്റ് നടത്താം. അപ്പം അത് ഫയൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ എന്തെങ്കിലും മുന്നേ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ TDSO അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻസ് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് കൂടുതലാവാം, അപ്പം നമുക്ക് റീഫണ്ടാണ് കിട്ടേണ്ടത് അല്ലേ. ഇനി നമ്മൾ ഓൾറെഡി പേ ചെയ്ത ടാക്സ് കുറവാണെങ്കിൽ, നമുക്ക് പേ ചെയ്യാനുള്ളതിനോട് കുറവേ നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ആ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ, ഇഫ് ദ SSC ഫെയിൽസ് ടു പേ ദ ടാക്സ്, ഹി ഈസ് കൺസിഡേർഡ് ആസ് SSC ഇൻ ഡിഫോൾട്ട്. അപ്പോൾ അയാൾ SSC ഇൻ ഡിഫോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത് ഫോർ ദ പീരിയഡ് ഓഫ് ഡിഫോൾട്ട്. അപ്പോൾ എത്ര കാലമാണോ അയാൾ ഡിഫോൾട്ട് നടത്തിയിരിക്കുന്നത് ആ പീരിയഡിലേക്ക് 1% പെർ മന്ത് ഇൻട്രസ്റ്റും കൂടി പേ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ സമ്മറി അസസ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അത് വോളണ്ടറി റിട്ടേൺ ആവാം, കമ്പൽസറി റിട്ടേൺ ആവാം. അപ്പോൾ അത് ഫയൽ ചെയ്തതിന് ശേഷം അസസിങ് ഓഫീസർ അതിനൊന്ന് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് എത്രയാണോ ശരിക്കും സം പേയബിൾ അതൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് SSCക്ക് ഇത്ര എമൗണ്ട് പേ ചെയ്യണം അല്ലെങ്കിൽ ഇത്രയാണ് റീഫണ്ടബിൾ എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും. ഇതാണ് നമ്മുടെ അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം ആ റിട്ടേണിൻ്റെ ബേസിൽ അസസ്മെൻറ്റ് നടത്താം. ദ റീഫണ്ട് ഇഫ് എനി ഷാൾ ബി പേ ടു ദ SSC. ഇപ്പോൾ റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് SSCക്ക് ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് വരും. Where no sum is payable or refundable, the acknowledgement of the return shall be deemed to the intimation. No intimation under this section shall be sent after 1 year from the end of the financial year in which the return was made. അപ്പോൾ നോർമലി ഇൻറ്റിമേഷൻ പ്രൊവൈഡ് ചെയ്യും, ഇത്ര എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇനി പേയ്മെൻ്റ് ഒന്നും നടത്താനില്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ഡീംഡ് ആയിട്ട് നമ്മൾ അക്നോളജ്മെൻറ്റ് തന്നെ ഇൻറ്റിമേഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം സിംപ്ലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സെൽഫ് അസസ്മെൻറ്റിൽ SSC തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നു. ഇനി അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ ഫയൽ ചെയ്തത് വെച്ച് അസസിങ് ഓഫീസറാണ് ഇവിടെ അസസ്മെൻറ്റ് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് റെഗുലർ അസസ്മെൻ്റ് ആണ്. റെഗുലർ അസസ്മെൻറ്റ് നമ്മൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് ഓർ സെക്യൂരിറ്റി അസസ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം നമുക്ക്, അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. അപ്പോൾ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ അസസിങ് ഓഫീസർ തിങ്സ് ഇറ്റ് ഈസ് നെസസറി ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്, excess loss is not declared or tax has not been underpaid, he has to serve a notice either to attend his office or produce any evidence in support of his return. ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, റിട്ടേണിൽ എന്തെങ്കിലും കറക്റ്റ്നെസ് ചെക്ക് ചെയ്യണമെന്ന് അസസിങ് ഓഫീസർക്ക് തോന്നുവാണെങ്കിൽ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അത് പ്രകാരം SSC ഇയാൾ പേഴ്സണലി വന്നിട്ട് ഓഫീസിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിട്ടേണിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരേണ്ടി വരും. For obtaining full information about the income or loss, the assessing officer make an enquiry. എന്നിട്ട് assessing officer എന്ത് ചെയ്യും, ഒരു എൻക്വയറി നടത്തും. അപ്പോൾ SSCയോട് ചിലപ്പം പറയാം ബുക്സ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറയാം. അപ്പോൾ എവിഡൻസ് ഒക്കെ നടത്തിയതിന് ശേഷം അതേപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം
എന്ത് ചെയ്യും, അസസിങ് ഓഫീസറിന് അസസ്മെന്റ് ഓർഡർ കാണിക്കാം, എന്ന് വെച്ചാൽ അത് പാസ് ചെയ്യാം അസസിങ് ഓഫീസർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ എന്തെങ്കിലും കൂടുതൽ എവിഡൻസ് വേണമെന്ന് നമ്മുടെ അസസിങ് ഓഫീസറിന് തോന്നുവാണെങ്കിൽ ആ അസസിങ് ഓഫീസറിന് എന്ത് ചെയ്യാം, എവിഡൻസ് ചോദിക്കാം, ബുക്സ് ഓഡിറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ അസസിയോട് പേഴ്സണലി വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയാം. അപ്പോൾ ഇതെല്ലാം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും, അസസിങ് ഓഫീസർ അസസ്മെന്റ് ഓർഡർ പാസ് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണെന്ന്. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരും. അസസിങ് ഓഫീസറിന് തോന്നുവാണ് റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കറക്റ്റ്നെസ് കുറവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണം തോന്നുവാണ്, അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, നോട്ടീസ് അയക്കും അല്ലെ. നോട്ടീസ് അയച്ചിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ അസസി വന്ന് റിപ്പോർട്ട് ചെയ്തില്ല, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുവാണ്. എന്ന് വെച്ചാൽ അതിന് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അസസിങ് ഓഫീസറിന് പിന്നെയും കിട്ടിയില്ല, കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് കിട്ടിയില്ല. ആ സമയത്ത് അസസ്മെന്റ് ഓഫീസറിന് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിന്റെ ബേസിൽ അസസ്മെന്റ് നടത്താം. ഹി മേ മേക്ക് ആൻ അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് ഹിസ് ജഡ്ജ്മെന്റ്. അയാളുടെ ജഡ്ജ്മെന്റ് ബേസിൽ അയാൾക്ക് അസസ്മെന്റ് നടത്താം. അങ്ങനെ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് അസസിങ് ഓഫീസർ മസ്റ്റ് മേക്ക് എ ഫെയർ ആൻഡ് പ്രോപ്പർ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം കൺസിഡറിങ് ഇൻ ലോക്കൽ നോളജ് ആൻഡ് ഹിസ് ഓൺ നോളജ് ഓഫ് പ്രീവിയസ് റിട്ടേൺസ്. അപ്പോൾ ഓൾറെഡി അയാൾ കുറേ റിട്ടേൺസ് ചെക്ക് ചെയ്തിട്ടുണ്ടാകും, അതിന്റെ ബേസിലുള്ള നോളജ് അയാൾക്ക് ഉണ്ടാവും, അതേപോലെ ആ ലൊക്കാലിറ്റിയെ പറ്റിയിട്ടുള്ള നോളജ് ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ബേസിലായിരിക്കണം ഫെയർ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കണം നടത്തേണ്ടത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമാജിനറി ആയിട്ടുള്ള ഫിഗേഴ്സ് വെച്ച് ചെയ്യാൻ പാടില്ല, ഫെയർ ആയിട്ട് അയാൾക്ക് നോളജ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫെയർ ആൻഡ് പ്രോപ്പർ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആയിരിക്കണം നടത്തേണ്ടത്. അപ്പം ഇതിനൊരു പേരൂടെ പറയും, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എക്സ് പാർട്ടി അസസ്മെന്റ്. എക്സ് പാർട്ടി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പാർട്ടി ഇല്ലാതെ, ഇവിടെ അസസി ഇല്ലാതെ, അസസിയുടെ ആബ്സെൻസിൽ നടത്തുന്നതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് പറയുവാണ്. ഒന്നാമത്തത്, ദ അസസി ബിക്കംസ് ലയബിൾ ടു പെനാൽറ്റീസ് പേ ചെയ്യേണ്ടി വരാം. നെക്സ്റ്റ്, അസസി ബിക്കംസ് ലയബിൾ ടു പ്രോസിക്യൂഷൻ ചെയ്യേണ്ടി വരാം ചില സമയത്ത്. അപ്പം നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത്, അസസി ഈസ് പ്രിവെന്റഡ് ഫ്രം ബ്രിങ്ങിങ് റെക്കോർഡ് ഓഫ് ന്യൂ ഫാക്ട്സ് ബിഫോർ അപ്പലറ്റ് അതോറിറ്റി. ഇനി ഈ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അസസിയുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചു ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി, ആ സമയത്ത് അസസി കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ അസസ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും കൊണ്ടുവരാനുള്ള റൈറ്റ് ഇവിടെ അസസിക്ക് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസസി ലോസ് ഫയൽ ചെയ്തില്ലെന്ന് വിചാരിച്ചോ, അസസ്മെന്റ് നടത്തിയതിന് ശേഷം ആ ലോസിന്റെ റെക്കോർഡ് എടുത്ത് വരാനൊന്നും പറ്റില്ല. അപ്പോൾ അസസ്മെന്റ് നടത്തുന്നത് വരെ ഡോക്യുമെന്റ്സ് ചോദിച്ച് ആ സമയത്ത് നമുക്ക് കാണിക്കാം. അസസ്മെന്റ് നടത്തിയതിന് ശേഷം പുതിയ ഫാക്ട്സിന്റെ റെക്കോർഡ്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. റെമഡീസ് അഗൈൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അപ്പോൾ ഇത്രയും കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും അതിനും റെമഡീസ് ഉണ്ട്. ഇഫ് ദ അസസി ഫീൽസ് ദാറ്റ് under best judgment assessment excessive tax has been imposed. ഇപ്പോൾ എസ് എസ് സിക്ക് തോന്നുവാണ് ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് വരെ നടത്തിയത് പ്രകാരം എനിക്ക് വന്നിരിക്കുന്ന ടാക്സ് ലാബിലിറ്റി ആക്ച്വലി എൻ്റെ ടാക്സ് ലാബിലിറ്റിയും കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഹി ക്യാൻ ഫയൽ എൻ അപ്പീൽ അഗെയിൻസ്റ്റ് സച്ച് ജഡ്ജ്മെന്റ് ടു ദ കമ്മീഷണർ. അപ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അപ്പീൽ കൊടുക്കുന്നത് കമ്മീഷണർ ഓർ അപ്പലറ്റ് ട്രൈബ്യൂണലിന് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഓർഡർ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പീൽ കൊടുക്കാം. ഓർ ഇ മേ അപ്ലൈ ടു ദ കമ്മീഷണർ ഫോർ റിവിഷൻ ഓഫ് ദ ഓർഡർ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പീലും കൊടുക്കാം. അപ്പോൾ ഇത്രയും കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും അയാൾക്ക് അയാളുടേതായ റൈറ്റ്സ് വരും ഇവിടെ. And next, reassessment or income escaping assessment. ഇവിടെ സംഭവിക്കുന്നത്, if the assessing officer feels that any income chargeable to tax has been escaped from assessment, he assessor or reassesses such income. അപ്പോൾ ഈ അസസിങ് ഓഫീസർക്ക് തോന്നുവാണ് എന്തെങ്കിലും ഇൻകം രക്ഷപ്പെട്ടു പോയി, എന്ന് വെച്ചാൽ ഒഴിവായി പോയി ഈ റിട്ടേണിൻ്റെ അകത്ത്, അസസ്മെന്റ് നിന്ന് ഒഴിവായി പോയും തോന്നുവാണെങ്കിൽ നടത്തുന്നതാണ് റീഅസസ്മെന്റ്. അപ്പം ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ, വേർ നോ റിട്ടേൺ ഓഫ് ഇൻകം ഹാസ് ബീൻ ഫയൽഡ്, ഇൻകം എക്സീഡിങ് ദ ടാക്സ് ഫ്രീ ലിമിറ്റ്. ടാക്സ് ഫ്രീ ലിമിറ്റിൽ ഇൻകം ഉണ്ടെങ്കിലും റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തില്ലെന്ന് വിചാരിച്ചു, ആ സമയത്ത് എന്ത് ചെയ്യാം, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് നടത്താം. വേർ റിട്ടേൺ ഓഫ് ഇൻകം ഹാസ് ബീൻ ഫയൽഡ്, ഇനി ഇൻകം റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് ആൻഡ് നോ അസസ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ് ആൻഡ് ദ അസസി ഹാസ് അണ്ടർസ്റ്റേറ്റഡ് ഹിസ് ഇൻകം ഓർ ക്ലെയിംഡ് എക്സസീവ് ലോസസ്. അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻകം കുറവേ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അയാൾ എക്സസീവ് ആയിട്ട് ലോസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, റീഅസസ്മെന്റ് നടത്താം. Where the assessment has been made but income has been under even though the assessed or assessee at a lower rate.
ഇനി അസസ്മെന്റ് നടത്തി പക്ഷേ ഇൻകം അസസ് ചെയ്തിരിക്കുന്നത് ലോവർ റേറ്റിലായി പോയി, അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് റീ അസസ്മെന്റ് നടത്താം. വേർ എനി ഇൻകം ടു ആൻ അസസ് ഹാസ് എസ്കേപ്ഡ് ഫ്രം അസസ്മെന്റ്, ഇനി ഒരു ഇൻകം കംപ്ലീറ്റ്ലി ഒഴിവായി പോയി, അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, റീ അസസ്മെന്റ് നടത്താം. The process of assessment shall be completed within the prescribed time. അപ്പോൾ ഈ അസസ്മെന്റ് നടത്തുമ്പോൾ പ്രിസ്ക്രൈബ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അസസ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കണം. Next, precautionary or protective assessment. Protective assessment is made to protect the revenue when there is doubt relating to who has received the income. ഈ സിറ്റുവേഷൻ വരുന്നത് വെച്ചാൽ ആരാണ് ഇൻകം റിസീവ് ചെയ്തേ എന്ന് ഉറപ്പില്ലാത്ത സിറ്റുവേഷനിൽ, അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് റവന്യൂ മിസ്സായി പോവാം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അപ്പോൾ പ്രോപ്പർട്ടിയുടെ മേലെ ഇൻകം റിസീവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ മേലെ റെൻ്റ് ഒക്കെ റിസീവ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചു. ആ ബിൽഡിങ്ങിൻ്റെ ഓദർ ഡിസീസ്ഡായി, മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് അടുത്ത ആർക്കാണ് അവകാശം എന്ന് നോക്കണം അല്ലേ. അപ്പം അയാൾ വില്ലൊന്നും എഴുതി വെച്ചില്ല, അപ്പം ശരിക്കും അവകാശത്തിന് വേണ്ടി ഒരു 3 പേര് വന്നിട്ട് തർക്കിക്കുവാണ് ഇവിടെ. അപ്പം എന്ത് ചെയ്യും, നേരെ കോർട്ടിലേക്ക് പോകും അല്ലേ. കോർട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ കേസ് നടത്തി ജയിക്കണം. അപ്പം ആ കേസ് നടത്തി ജയിക്കുമ്പോഴേക്കും 2-3 വർഷമൊക്കെ കഴിയും. പക്ഷെ ആ 2-3 വർഷവും ആ ഇൻകത്തിൻ്റെ മേലെ എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടിയുടെ മേലെ എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്, റെന്റ് റിസീവ് ചെയ്യുന്നുണ്ട്, അതിന് ടാക്സ് കൊടുക്കണം. അപ്പം ആര് ടാക്സ് കൊടുക്കും, ഇവിടെ ആരാണ് ശരിക്കും അസസ് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ആ സമയത്ത് അസസിങ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, ആ ഏതെങ്കിലും ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ അതിലെ 2 പേരുടെ പേരിലോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻകം കാണിച്ചിട്ട് അസസ്മെന്റ് നടത്താം. അപ്പം അതിനാണ് നമ്മൾ പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ SSC ആരാന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ചിലപ്പം പിന്നെ നമുക്ക് അതിൻ്റെ മേലെ അസസ്മെന്റ് നടത്താൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് നടത്തുന്നത്. അപ്പം നമ്മളിന്ന് പഠിച്ചത് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ്. ടൈപ്സ് ഓഫ് അസസ്മെന്റ് മെയിൻലി നമ്മൾ പറഞ്ഞു 5 എണ്ണം ഉണ്ട്. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ തന്നെ അസസ്മെന്റ് നടത്തുവാണ്, ടാക്സ് ലയബിലിറ്റി ഒക്കെ അയാൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അതിന്റെ ബേസിസിൽ ആര് അസസ്മെന്റ് നടത്തുന്ന അസസിങ് ഓഫീസർ അസസ്മെന്റ് നടത്തുവാണ്. മൂന്നാമത്തെ റെഗുലർ അസസ്മെന്റിൽ 2 എണ്ണം ഉണ്ട്. അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് കൊണ്ടുവരാൻ പറയുവാണ് അസസിങ് ഓഫീസർ, എന്നിട്ട് അതിന്റെ ബേസിൽ അസസ്മെന്റ് നടത്തുവാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷെ എവിഡൻസ് കിട്ടിയില്ല, അപ്പോൾ അതിന്റെ ബേസിൽ അയാൾക്ക് സ്വന്തമായിട്ടുള്ള ജഡ്ജ്മെന്റ് ബേസിസിൽ അസസ്മെന്റ് നടത്തുവാണ്. നാലാമത്തെ റീ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം മിസ്സായി പോയി അല്ലെങ്കിൽ എക്സസീവ് ലോസ് ഒക്കെ വന്നു എന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ റീ അസസ്മെന്റ് ഓർ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് നടത്തുന്നത്. ലാസ്റ്റ് പ്രിക്കോഷണറി അസസ്മെന്റ് എപ്പോഴാണ് വരുന്നത്, ആ ഇൻകം ആരുടെ പേരിലാണെന്ന് റിസീവ് ചെയ്തതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ പ്രിക്കോഷണറി അസസ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.